നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർവകലാശാലകളിലെ പ്രതിസന്ധിക്ക് പരിഹാരം വേണമെന്ന മുഖ്യമന്ത്രി. ബില്ലുകൾ ഒപ്പിടുന്നതിലെ കാലതാമസം ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി. സർക്കാരിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് ഗവർണർക്ക് ക്ഷണം. ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂരയും പെരുമ്പാവൂർ ഒക്കലിൽ സ്കൂൾ മതിലിന്റെ ഒരു ഭാഗവും തകർന്നു വീണു. വൻ അപകടം ഒഴിവായത് അവധി ദിവസമായതിനാൽ. കാർത്തികപ്പള്ളി സ്കൂളിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യ ഭർത്താവ് സതീഷിൽ നിന്ന് അനുഭവിച്ചത് കൊടിയ പീഡനം. ഡിജിറ്റൽ തെളിവുകൾ കുടുംബം പോലീസിന് കൈമാറി. സതീഷിനെതിരെ കൊലക്കുറ്റത്തിന് കേസ്. പാർലമെന്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. കേന്ദ്രം ഒരു വിഷയത്തിൽ നിന്നും ഒളിച്ചോടില്ലെന്നും സഭ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിജ്ഞാബദ്ധമെന്നും റിജിജു. ധർമ്മസ്ഥലയിൽ മൃതദേഹം കൂട്ടത്തോടെ മറവ് ചെയ്തെന്ന വെളിപ്പെടുത്തൽ പ്രത്യേക സംഘം അന്വേഷിക്കും. DGP പി മൊഹന്തയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് കർണാടക സർക്കാർ. സംഘത്തിൽ വനിതാ IPS ഉദ്യോഗസ്ഥരും. കാന്തപുരം എന്ത് കുന്തമെടുത്തെറിഞ്ഞാലും താൻ പറയാനുള്ളത് പറയുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ജാതി സെൻസസിനൊപ്പം സാമ്പത്തിക സെൻസസ് കൂടി വേണമെന്നും വെള്ളാപ്പള്ളി. വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്ത് ചരിത്രം സൃഷ്ടിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി എന്ന മന്ത്രി VN വാസവൻ. കുത്തഴിഞ്ഞ പുസ്തകമായിരുന്ന SNDP യോഗത്തെ വെള്ളാപ്പള്ളി കുത്തിക്കെട്ടി നല്ല പുസ്തകമാക്കിയെന്നും മന്ത്രി. ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. കാർത്തികപ്പള്ളി UP സ്കൂളിന്റെ കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. അവധി ദിനമായതിനാൽ വൻ അപകടം ഒഴിവായി. പൊളിഞ്ഞ കെട്ടിടത്തിൽ ക്ലാസ് പ്രവർത്തിച്ചിരുന്നില്ല എന്ന് പ്രധാന അധ്യാപകൻ പറഞ്ഞു. ഇന്ന് രാവിലെയാണ് സംഭവം. കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ശക്തമായ മഴയിൽ മേൽക്കൂര തകർന്നു വീഴുകയായിരുന്നു. സ്കൂളിന് മുന്നിൽ ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുകയാണ്. വിശദാംശങ്ങളുമായി അജയ് നാഥ് ചേരുകയാണ്. അജയ്, ഇന്ന് ഒരു അവധി ദിനമായതിനാലാണ് വലിയൊരു അപകടം ഒഴിവായത്. അതേസമയം ഇവിടെ ക്ലാസുകൾ പ്രവർത്തിച്ചിരുന്നില്ല എന്നാണ് പ്രധാന അധ്യാപകൻ പറയുന്നത്. എന്നാൽ കുട്ടികൾ തന്നെ സമ്മതിക്കുന്നുണ്ട്, ഇല്ല, കഴിഞ്ഞ ദിവസം വരെ ഇവിടെ ക്ലാസുകൾ നടന്നിരുന്നു എന്നാണ് കുട്ടികൾ പറയുന്നത്. ഇപ്പോൾ എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? തീർച്ചയായും വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായത്. ഈ പ്രധാന അധ്യാപകൻ പറയുന്നത് കളവാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് കുട്ടികളുടെ പ്രതികരണത്തിൽ ഉൾപ്പെടെ പറയുന്നത് വ്യാഴാഴ്ച വരെ ഇവിടെ ക്ലാസ് നടന്നിരുന്നു എന്നുള്ളതാണ്. പ്രധാനമായും ഈ സ്കൂൾ കെട്ടിടത്തിന് മുന്നിൽ ഈ ഭിത്തിയിൽ വ്യാഴാഴ്ച വരെയുള്ള മെനു ഉൾപ്പെടെയുള്ള ഭക്ഷണ മെനു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വ്യാഴാഴ്ച വരെ ഇവിടെ ക്ലാസ് നടന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവർ പറയുന്നത് ക്ലാസ് നടന്നിട്ടില്ല എന്നുള്ളൊരു വിശദീകരണമാണ് പ്രധാന അധ്യാപകൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പക്ഷേ മറ്റൊരു കാര്യമുള്ളത്, കിഫ്ബി മുഖാന്തരം മറ്റൊരു ബിൽഡിംഗ് ഇവിടെ പണിയുന്നുണ്ട്, കെട്ടിടം പണിയുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് ഈ ക്ലാസ് മാറ്റുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണെന്ന് പറയുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ അവിടെ BJP കോൺഗ്രസ് പ്രവർത്തനത്തിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ശക്തമായ ഒരു പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. മണ്ഡലം ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഭരണത്തിന്റെ കീഴിലാണുള്ളത്. എങ്കിൽ പോലും ഈ ഫിറ്റ്നസ് നൽകിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഫിറ്റ്നസ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും അവധി ദിവസം ആയതുകൊണ്ട് തന്നെയാണ് വലിയൊരു അപകടം ഒഴിവായത്. സ്കൂളിന്റെ പ്രധാനപ്പെട്ട കവാടത്തിലേക്ക് കയറി വരുമ്പോഴുള്ള പ്രധാന ബിൽഡിങ്ങിലാണ് ഇത്തരത്തിലേക്ക് ഒരു അപകടം ഉണ്ടാകുന്നത്. കനത്ത മഴയെ തുടർന്നാണ് ഈ മേൽക്കൂര ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ക്ലാസ് നടന്നില്ലെങ്കിൽ കൂടിയും കുട്ടികൾ ഇതുവഴി കടന്നു പോകുന്ന സാഹചര്യം തീർച്ചയായും ഉണ്ടാകുന്ന ഒരു ഘട്ടം ഉണ്ടാവും. ഈ ക്ലാസ് ഉള്ള ദിവസമായിരുന്നെങ്കിൽ സ്വാഭാവികമായും കുട്ടികൾ ഇതുവഴി കടന്നു പോകാനുള്ള സാഹചര്യവും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. കുട്ടികളോട് അങ്ങോട്ട് പോകരുത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സ്കൂൾ മാനേജ്മെന്റിൽ പ്രധാന അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ടെങ്കിൽ പോലും കുട്ടികൾ ഇതുവഴി കടന്നു പോകാനുള്ള സാഹചര്യവും ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം. അതായത് അവധി ദിവസം ആയതുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് വലിയൊരു അപകടം ഒഴിവായത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഇത്തരത്തിൽ സർക്കാർ സ്കൂളിനെ സംബന്ധിച്ചിട്ട് വലിയ ഈ ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രവേശനം ഉൾപ്പെടെയുള്ള ഘട്ടത്തിൽ ആലപ്പുഴയിലാണ് പ്രവേശനം ഉൾപ്പെടെ നടന്നത്. സ്വാഭാവികമായും ജില്ലയിലെ പ്രധാനപ്പെട്ട സ്കൂളുകൾ, സംസ്ഥാനത്ത് ഉൾപ്പെടെയുള്ള സ്കൂളുകളെ സംബന്ധിച്ച് ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കണമെന്ന് സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ ഉൾപ്പെടെ ഇതുമായിട്ട് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളെ നൽകിയിരുന്നു. പക്ഷേ ഇത്തരത്തിൽ സ്കൂളിന്റെ ഫിറ്റ്നസ് ഇവിടെ നൽകിയിട്ടില്ല, അല്ലെങ്കിൽ ആ ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കകത്ത് കൃത്യമായൊരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. എന്തായാലും വലിയ അപകടം തന്നെയാണ് ഒഴിവായിട്ടുള്ളത്. നിലവിൽ ഇവിടെ കോൺഗ്രസ് BJP പ്രവർത്തനത്തിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐശ്വര്യ.
അവധി ദിവസമായതുകൊണ്ട് തന്നെ വലിയൊരു അപകടമാണ് ഒഴിവായിരിക്കുന്നത്. ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അജയ്നാഥ്. പെരുമ്പാവൂരിൽ സ്കൂൾ മതിലിന്റെ ഒരു ഭാഗം തകർന്നു വീണു. ഒക്കൽ ഗവൺമെന്റ് LP സ്കൂളിന്റെ മതിലിന്റെ ഒരു ഭാഗമാണ് തകർന്നു വീണത്. ശക്തമായ മഴയിൽ മതിൽ തകർന്നു വീഴുകയായിരുന്നു. സ്കൂളിന് പുറകിലുള്ള കനാൽ ബണ്ട് റോഡിലേക്കാണ് മതിൽ വീണത്. അവധി ദിവസമായതിനാൽ വൻ അപകടം ഒഴിവായി. തേവലക്കരയിലെ മിഥുന്റെ മരണത്തിൽ കുറ്റകരമായ നരഹത്യക്ക് കേസെടുക്കാൻ തീരുമാനിച്ച് അന്വേഷണ സംഘം. മാനേജ്മെന്റ് ഭാരവാഹികൾ, KSEB ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെ പ്രതി ചേർക്കും. ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം സ്കൂൾ മാനേജ്മെന്റ് കുടുംബത്തിന് 10 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചു. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നോട്ടീസിന് നാളെ മറുപടി നൽകുമെന്നും സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം സ്കൂളിലൂടെ കടന്നുപോയ വൈദ്യുതി ലൈൻ അഴിച്ചുമാറ്റിയിരുന്നു. എന്നാൽ കേബിളിംഗ് ജോലികൾ പൂർത്തിയാക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിന് നാളെ കൂടി അവധി നൽകാനാണ് സ്കൂൾ മാനേജ്മെന്റ് തീരുമാനം. സ്കൂൾ സമയമാറ്റത്തിൽ മതസംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ച് വിദ്യാഭ്യാസ വകുപ്പ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ചയാണ് ചർച്ച നടത്തുക. സമയമാറ്റവുമായി ബന്ധപ്പെട്ട് വിവിധ മതസംഘടനകൾ വലിയ എതിർപ്പുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം. സ്കൂൾ പഠന സമയമാറ്റത്തിനെതിരെ സമസ്ത ഉൾപ്പെടെയുള്ള മതസംഘടനകൾ സർക്കാരിനെതിരെ രംഗത്തെത്തിയിരുന്നു. മദ്രസ പഠനത്തിൽ ബാധിക്കുന്ന സ്കൂൾ സമയമാറ്റത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് സമസ്ത ആവശ്യപ്പെട്ടിരുന്നു. 8 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പഠന സമയം അരമണിക്കൂർ കൂടിയാണ് വർദ്ധിപ്പിച്ചത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ 15 മിനിറ്റും വൈകുന്നേരം 15 മിനിറ്റുമാണ് ഇതിലൂടെ വർദ്ധിച്ചത്. സ്കൂൾ സമയമാറ്റത്തിൽ പുനരാലോചന വേണമെന്ന സമസ്തയുടെ നിലപാട് തള്ളിയായിരുന്നു സർക്കാർ തീരുമാനം. എന്നാൽ മദ്രസ പഠനത്തെ ബാധിക്കാത്ത തരത്തിൽ സ്കൂൾ സമയമാറ്റം നടപ്പിലാക്കാമെന്നും അതിന് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും മതസംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും വ്യക്തമാക്കി. ബുധനാഴ്ച വൈകുന്നേരം 3:30 ചർച്ച. വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുക. ചർച്ചയോടെ സമയമാറ്റ വിവാദത്തിൽ സമവായമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിൽ ഭരണ പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. സർവകലാശാലകളിലെ പ്രതിസന്ധികൾക്കുള്ള പരിഹാരവും ബില്ലുകൾ ഒപ്പിടുന്നതിലെ കാലതാമസവും ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി ഗവർണറോട് ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് ഗവർണറെ ക്ഷണിച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. ഭാരതാംബ വിഷയവും സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല VC-മാരുടെ നിയമനം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഗവർണർ സർക്കാർ പോര് നിലനിൽക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. വൈകിട്ട് 3:30 രാജ്ഭവനിലാണ് കൂടിക്കാഴ്ച. സർവകലാശാല ഭേദഗതി ബിൽ, സ്വകാര്യ സർവകലാശാല ബിൽ എന്നിവയിൽ ഗവർണർ ഇനിയും ഒപ്പിട്ടിട്ടില്ല. ഇക്കാര്യങ്ങളടക്കം മുഖ്യമന്ത്രി ഗവർണറുമായി ചർച്ച നടത്തിയേക്കും. VC-മാരുടെ നിയമനത്തിൽ ഗവർണർ സുപ്രീംകോടതിയിൽ അപ്പീൽ സമർപ്പിച്ചെങ്കിലും സർക്കാർ ഇതിന് തടസ്സ ഹർജിയുമായി എത്തിയിരുന്നു. അതിനിടെ താൽക്കാലിക VC-മാരുടെ പട്ടികയും സർക്കാർ ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട്. ഇക്കാര്യത്തിലടക്കം ഗവർണർ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് ഏറ്റുമുട്ടലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദുവുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് സമവായത്തിലേക്ക് എത്തുകയാണ്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതടക്കമുള്ള നടപടികളിൽ നിന്ന് പിന്മാറാൻ വൈസ് ചാൻസലർ ഇനിയും തയ്യാറായിട്ടില്ല. സിൻഡിക്കേറ്റ് യോഗം ചേരുന്നതോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി പ്രതിസന്ധിയിലും അവസാന തീരുമാനം ഗവർണറുടേതായതിനാൽ ഇന്ന് നടക്കുന്ന ഗവർണർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച ഏറെ പ്രധാനമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ചരിത്രത്തിലാദ്യമായി കുട്ടനാടിന്റെ ഹൃദയത്തിലൂടെ ആദ്യ സ്വകാര്യ ബസ് സർവീസിന് തുടക്കമാകുന്നു. കൃഷ്ണ ബസ്സാണ് ഈ ചരിത്ര നിമിഷത്തെ അടയാളപ്പെടുത്തി കുട്ടനാടിന്റെ ഗ്രാമഭംഗിയിലൂടെ കുതിച്ചുപായാനായി ഒരുങ്ങുന്നത്. സാഗര ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന സർവീസ് കോലോത്ത് ജെട്ടിയിൽ സമാപിക്കും. നാളെ മുതലാകും സർവീസ് തുടങ്ങുക. കുട്ടനാടിലെ ജനങ്ങൾക്ക് ഇത് ചരിത്ര മുഹൂർത്തമാണ്. ചരിത്രത്തിൽ ആദ്യമായി കുട്ടനാടിന്റെ ഗ്രാമവീതിയിലൂടെ ഒരു സ്വകാര്യ ബസ് സർവീസിന് തയ്യാറെടുക്കുമ്പോൾ അത് കുട്ടനാടുകാർക്ക് പുത്തൻ അനുഭവമാകും. കൃഷ്ണ ബസ്സാണ് ഈ ചരിത്ര നിമിഷത്തെ അടയാളപ്പെടുത്തി കുട്ടനാടിന്റെ ഹരിതാഭയിലൂടെ കുതിച്ചുപായാൻ ഒരുങ്ങുന്നത്. സാഗര ഹോസ്പിറ്റലിന് മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന സർവീസ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി, SN കവല, കഞ്ഞിപ്പാടം, വൈശ്യഭാഗം, ചമ്പക്കുളം, പൂപ്പള്ളി, MLA ജംഗ്ഷൻ, കൈനക്കരി പഞ്ചായത്ത് ജംഗ്ഷൻ വഴി കോലോത്ത് ജെട്ടിയിൽ അവസാനിക്കും. ഇത് ഒരുപാട് കടമ്പകൾ കടന്നാണ് ഇപ്പോൾ ഈ ലെവലിലെങ്കിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ഈ പെർമിറ്റ് ഓടാൻ തുടങ്ങിയതിലും. ഇനി നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ഈ പെർമിറ്റിന് വേണ്ടി ചെയ്തിരിക്കുകയാണ്. ജനങ്ങളുടെ സേവനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുട്ടനാട്ടുകാർക്ക്
ആലപ്പുഴയിലോട്ട് വരാനും മണ്ടാനം ആശുപത്രി കേന്ദ്രീകരിച്ച് പോകാനും ഇത് വലിയൊരു ഉപകാരമായിട്ട് ഞാൻ കാണുന്നു. ജില്ലയിൽ KSRTC ആണ് പ്രധാനമായും സർവീസ് നടത്തുന്നത്. സ്വകാര്യ ബസ്സുകൾ നഗര സർവീസ് മാത്രമാണ് മുൻപ് നടത്തിയിരുന്നത്. ഇതിനിടയിലേക്കാണ് കൃഷ്ണ പുതിയ ദൗത്യവുമായി എത്തുന്നത്. പാടങ്ങളും ചെറിയ ജലാശയങ്ങളും നിറഞ്ഞ കുട്ടനാടിന്റെ ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് വളരെ രസകരമായ ഒരു യാത്രാനുഭവം ലഭിക്കും എന്നതാണ് ഈ ബസ് സർവീസിന്റെ പ്രധാന ആകർഷണം. മറ്റൊന്ന്, KSRTC ബസ്സിനായി കാത്തുനിൽക്കാതെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ കുട്ടനാടിലെ ജനങ്ങൾക്ക് ഇനി കൃഷ്ണയെ ആശ്രയിക്കാം എന്നതാണ്. പച്ചവിരിച്ച പാടശേഖരങ്ങളുടെ മധ്യത്തിലൂടെ നീലക്കുയിൽ പാറുന്നത് പോലെ കുട്ടനാടിന്റെ ഗ്രാമവീഥിയിലൂടെ കൃഷ്ണയും ഹോൺ മുഴക്കി പായുമ്പോൾ അത് ആലപ്പുഴയുടെ ചരിത്രത്തിൽ പുതിയ ഒരു അധ്യായവും കുട്ടനാടൻ ജനതയുടെ ഹൃദയങ്ങളിൽ അവിസ്മരണീയ ഒരു നവ അനുഭൂതിയും നിറക്കുമെന്നുറപ്പ്. അമൃത ന്യൂസ്, ആലപ്പുഴ. കോൺഗ്രസിന്റെ ആംബുലൻസ് തടഞ്ഞുള്ള സമരത്തെ തുടർന്ന് ആദിവാസി യുവാവ് മരണപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ മാർച്ച് കന്റോൺമെന്റ് ഹൗസിന് മുന്നിൽ നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇത്തരത്തിൽ ഒരു സമരം ഇന്ന് ഈ കന്റോൺമെന്റ് ഗേറ്റിലേക്ക് നടത്താനിടയായ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വിതുരയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടി അവിടെ ചികിത്സ നടത്തിയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് രോഗിയെ കൊണ്ടുവന്ന ആംബുലൻസ് ഈ കോൺഗ്രസിന്റെ നരാധമന്മാർ തടഞ്ഞിരിക്കുകയാണ്. ആ തടഞ്ഞതിന്റെ ഭാഗമായി ഒരു ജീവൻ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന നിലയിലാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന തെമ്മാടിയായ VD സതീശൻ താമസിക്കുന്ന വസതിയാണ്. എന്താണിത്? സമരങ്ങൾ ചെയ്യുന്നവരാണ് ഞങ്ങൾ ഒരു സമരത്തിനും എതിരല്ല. സമരങ്ങൾ വേണം, സമരങ്ങൾ നാടിന് ആവശ്യമാണ്. സമരത്തിലൂടെ പുരോഗമിച്ച ഒരു പ്രസ്ഥാനവും പാടുമാണ് നമ്മുടേത്. എന്നാൽ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം ആളെ കൊല്ലുന്ന നിലയിലേക്ക് കോൺഗ്രസിന്റെ സമരങ്ങൾ പോകുവാനാണ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു കാര്യം ഡിവൈഎഫ്ഐ എന്ന നിലയിൽ പറയാണ്, കോൺഗ്രസിന്റെ തെമ്മാടി കൂട്ടം, ഈ കൊലപാതക കൂട്ടം തെരുവിലിറങ്ങി നടക്കില്ല എന്ന് ഡിവൈഎഫ്ഐ തീരുമാനിച്ചാൽ അത് വെറുതെ പറഞ്ഞു പോവലല്ല, പറഞ്ഞ വാക്ക് നടപ്പിലാക്കിയ പാരമ്പര്യമുള്ളവരാണ് ഡിവൈഎഫ്ഐ. അത് ഇനി കോൺഗ്രസ്സുകാരനായാലും അവരെ തലതൊട്ടപ്പന്മാരായ VD സതീശനും സുധാകരനും ഈ തെരുവിലൂടെ നടക്കണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ അത് നടത്താനുള്ള ആംബിയറുള്ള സഖാക്കളുള്ള സംഘടനയാണ് ഡിവൈഎഫ്ഐ. എന്തിന്റെ പേരിലായാലും ഒരു ആംബുലൻസ് തടയാൻ യുവന്മാർക്ക് തലയ്ക്ക് സുഖമില്ലേ? ഒരു സമരം നടത്തുന്നത് ഇങ്ങനെയാണോ? ഭ്രാന്താശുപത്രിയിൽ കൊണ്ട് ഊളംപാറയിൽ കൊണ്ട് ചികിത്സ നടത്തേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സമര നാടകങ്ങളാണ് ഇതിന്റെ പേരിൽ നടത്തുന്നത്. ഈ ഒരാളുടെ ജീവന് ഈ കോൺഗ്രസ് വില പറയണം. ഈ സമരങ്ങൾ ഇവിടെ നിങ്ങൾ ഓരോരുത്തരും ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇതിന്റെ ഭാഗമായി ഇന്ന് ചർച്ച ഉണ്ടാകില്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം കൊലപാതകത്തിന് ഇടയാക്കിയ സമരം നയിച്ചത് കോൺഗ്രസ് ആണ്. ഇവിടെ 2-3 ദിവസം എന്തെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. ഈ സമര പ്രഖ്യാപനം നടത്തി ഞങ്ങൾ ഈ സമരമുഖത്തേക്ക് വരുമ്പോൾ പോലും ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവനായി ഈ വാർത്ത അറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് അറിയാത്ത? കോൺഗ്രസ് ആയതുകൊണ്ട്. കോൺഗ്രസിനെ തലോടുന്ന പ്രതിസമീപനം മാധ്യമങ്ങൾ, ചില മാധ്യമങ്ങളുണ്ട്, അവര് ഇത് നിർത്തണം. ഇത്തരത്തിലുള്ള നരാധമന്മാരായ സമരങ്ങളെ കൂട്ടുനിൽക്കാൻ വേണ്ടി പാടില്ല. ഒരു മനുഷ്യജീവൻ, ഒരു പാവപ്പെട്ട മനുഷ്യജീവൻ 20 മിനിറ്റോളമാണ് ആംബുലൻസിൽ കിടന്ന് തന്റെ ജീവന് വേണ്ടി പടഞ്ഞത്. എന്നാൽ അവിടെ വരികയും ആ സമരത്തിൽ ഞങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ആ ആംബുലൻസിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്ത് നവമാധ്യമത്തിൽ പ്രചരിപ്പിക്കുന്ന മൂഢന്മാരായി കോൺഗ്രസിന്റെ പ്രവർത്തകർ മാറി. ഈ പരിപാടി വളരെ പെട്ടെന്നുള്ള നിമിഷ നേരം കൊണ്ടുള്ള വൈകാരികതയുടെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ ഈ കന്റോൺമെന്റ് ഗേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. വരും നാളുകളിൽ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരമായിട്ടുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ആംബുലൻസ് തടഞ്ഞുള്ള സമരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ആദിവാസി യുവാവ് മരണപ്പെട്ടിരുന്നു. അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ മാർച്ച് നടക്കുന്നത്. മറ്റൊരു വാർത്ത നോക്കിയാൽ, ഷാർജയിൽ മലയാളി യുവതിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. ഭർത്താവ് സതീഷിനെതിരെ കൊലക്കുറ്റമടക്കം ചുമത്തിയാണ് ചവറ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സ്ത്രീധന നിരോധന നിയമം, ആത്മഹത്യാ പ്രേരണ കുറ്റം തുടങ്ങി വിവിധ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. അതുല്യയെ ഭർത്താവ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഇതും പോലീസ് തെളിവായി സ്വീകരിച്ചിട്ടുണ്ട്. കൊല്ലം തേവലക്കര അതുല്യ ഭവനിൽ രാജശേഖരൻ പിള്ളയുടെയും തുളസിഭായിയുടെയും മകളാണ് മരിച്ച അതുല്യ ശേഖർ. അതുല്യയുടെ അമ്മയുടെയും അച്ഛൻ്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്
ഭർത്താവ് സതീഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ശാസ്താംകോട്ട സ്വദേശിയായ ഭർത്താവ് സതീഷിനെതിരെ ചവറ തെക്കുംഭാഗം പോലീസ് കൊലക്കുറ്റത്തിനുൾപ്പെടെ കേസെടുത്തു. സതീഷ് ക്രൂരമായ പീഡനമാണ് നടത്തിയിരുന്നതെന്നും സതീഷുമായുള്ള വിവാഹബന്ധം ഒഴിവാക്കാൻ മകളോട് ആവശ്യപ്പെട്ടിരുന്നതായും അതുല്യയുടെ മാതാപിതാക്കൾ പറഞ്ഞു. അവളെ അവന് ഒരു ഉപകരണം വേണ്ടി മാത്രം വെച്ചിരുന്നത്. കാര്യം അവന് ടച്ചിങ് ഉണ്ടാക്കാനും അവന് വറുത്ത് കൊടുക്കാനും ഒക്കെ മദ്യപിക്കുമ്പോൾ അവനൊരു സഹായത്തിന് അത് ഒരു ഭാര്യ എന്നുള്ള ഒരു പരിഗണന ഒരിക്കലും അവൻ കൊടുത്തിട്ടില്ല. അവർക്ക് നിയമ നടപടി വേണം, എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണം. ഒരിക്കലും എൻ്റെ കുഞ്ഞ് ആത്മഹത്യ ചെയ്യത്തില്ല. ഇത്രയും വർഷം എൻ്റെ കുഞ്ഞ് ശാരീരികവും മാനസികമായ പീഡനം അനുഭവം, അതിനുള്ള ശിക്ഷ അവന് നേടിക്കൊടുക്കണം. സതീഷ് കത്തികാട്ടി ഭീഷണിപ്പെടുത്തുന്നതിൻ്റെയും കസേര ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങളാണ് തെളിവായി നൽകിയിരിക്കുന്നത്. ഒപ്പം അതുല്യ സുഹൃത്തിന് അയച്ചു നൽകിയ ശബ്ദ സന്ദേശത്തിലും ക്രൂരമായ പീഡന വിവരങ്ങളാണ് ഉള്ളത്. അയാളെ ഉറങ്ങാനായിട്ട് കിടന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അടുത്ത് മിണ്ടാത്തൊന്നുമില്ലായിരുന്നു. ഞാൻ താഴെ കിടക്കുമായിരുന്നു. അമ്മ ഞാൻ പുതപ്പ് മൂടിയ സംസാരിച്ച അമ്മയെടുത്ത് നീ പോയ കാര്യങ്ങളൊക്കെ അതിനാണ് ചവിട്ടി കൂട്ടി തന്നെ അയാൾക്ക് ഡിസ്റ്റർബൻസ് ആണ് ഉറങ്ങുന്നതിനെന്നും പറഞ്ഞു. ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. പറ്റുന്നില്ല. ഇവരുടെ 10 വയസ്സുള്ള മകൾ അതുല്യയുടെ മാതാപിതാക്കൾക്കൊപ്പമാണ്. ഷാർജയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ബന്ധുക്കൾ. അമൃത ന്യൂസ്, കൊല്ലം. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട അതുല്യയുടെ ഭർത്താവ് സതീഷ് താൻ നിരപരാധിയാണെന്ന വാദവുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. മദ്യപിച്ചതിന് ശേഷം അതുല്യയെ മർദ്ദിച്ചിട്ടുണ്ട് എന്നും ഇയാൾ പറയുന്നു. പക്ഷേ എല്ലാ ദിവസവും അങ്ങനെയൊന്നും ഉണ്ടാകാറില്ല. കഴിഞ്ഞ നവംബർ മാസത്തിൽ തന്റെ സമ്മതമില്ലാതെ അതുല്യ ഗർഭഛിദ്രം നടത്തിയെന്നും അന്നു മുതലാണ് ഇരുവരും കൂടുതൽ അകന്നതെന്നും ഇയാൾ പറയുന്നു. അതുല്യയുടെ മരണത്തിൽ തനിക്ക് പങ്കില്ലെന്ന വാദമാണ് ഭർത്താവായ സതീഷിൻ്റേത്. മരണത്തിൽ തനിക്കും സംശയങ്ങളുണ്ട്. പോലീസ് അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കും. താനിടയ്ക്കിടെ മദ്യപിക്കുന്ന ആളാണെന്നും അത്തരം സന്ദർഭങ്ങളിൽ അതുല്യ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ഇയാൾ പറഞ്ഞു. ഉപദ്രവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ നെഗറ്റീവാണ്. കുറച്ചുനാളായി പരസ്പരം പിരിയാമെന്ന നിലപാടിലായിരുന്നു അതുല്യ. അതിൻ്റെ കാരണം എന്താണെന്ന് തനിക്കറിയില്ല. സംഭവ ദിവസം രാത്രി താൻ വീട്ടിൽ നിന്ന് പുറത്തുപോയെന്നും കുറച്ചു കഴിഞ്ഞ് ഫാനിൽ തൂങ്ങാൻ തയ്യാറെടുക്കുന്ന ഒരു വീഡിയോ അതുല്യ അയച്ചു തന്നുവെന്നും സതീഷ് പറഞ്ഞു. ഉടനെ തന്നെ താൻ വീട്ടിലെത്തി. കാൽ നിലത്ത് മുട്ടിയ നിലയിലായിരുന്നു അതുല്യയെ കണ്ടത്. ഉടൻ താഴെ ഇറക്കി കിടത്തി. പോലീസിൽ വിവരമറിയിച്ചു. കഴിഞ്ഞ നവംബറിൽ തന്റെ സമ്മതമില്ലാതെ അതുല്യ നാട്ടിലെത്തി ഗർഭഛിദ്രം നടത്തിയിരുന്നു. ഇതിൽ വലിയ മാനസിക വിഷമം തനിക്കുണ്ടായി. അതോടെ പരസ്പരം കൂടുതൽ അകന്നുവെന്നാണ് സതീഷ് വിശദീകരിക്കുന്നത്. രണ്ടാമത് അവൾ പ്രഗ്നൻ്റ് ആയി. നവംബറിൽ ആ കുഞ്ഞ് നാട്ടിൽ പോയി. വിത്തൗട്ട് മൈ പെർമിഷൻ ഷീസ് അബോർട്ടഡ്. അതിനെനിക്ക് ഭയങ്കര ദേഷ്യമല്ല, എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. എന്തിനു ചെയ്തു? അതുല്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടും ലഭിച്ച ശേഷം കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഷാർജയിൽ തന്നെയുള്ള സഹോദരി അഖിലയും ഭർത്താവ് ഗോകുലും പറഞ്ഞത്. അതുല്യയുടെ ബന്ധുക്കൾക്ക് ആവശ്യമായ നിയമസഹായം ലഭ്യമാക്കുമെന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷനും അറിയിച്ചു. 1.5 വയസ്സായ കുഞ്ഞിൻ്റേതുൾപ്പെടെ 3 അസ്വാഭാവിക മരണങ്ങളുടെ ആഘാതത്തിലാണ് UAE-യിലെ മലയാളി സമൂഹം. വിഭജികയുടെയും കുഞ്ഞിന്റെയും മരണത്തിനു പിന്നിലും കുടുംബ പ്രശ്നങ്ങളും ഗാർഹിക പീഡനവും തന്നെയായിരുന്നു കാരണങ്ങൾ. അമൃത ന്യൂസ്, ഷാർജ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. അതിന് മുന്നോടിയായി സർവകക്ഷി യോഗം ചേർന്നു. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച നടത്താൻ സർക്കാർ തയ്യാറെന്ന് സർവകക്ഷി യോഗത്തിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. എന്നാൽ വിവാദ വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന തേടുമെന്ന് കോൺഗ്രസും വ്യക്തമാക്കി. 1 മാസം നീണ്ടു നിൽക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിനാണ് തുടക്കമാവുക. ആദായനികുതി ഭേദഗതി ബില്ലടക്കം ഈ സമ്മേളനത്തിൽ 17 ബില്ലുകൾ പരിഗണനയിൽ വരും. സഭയുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങളിൽ ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്നും സർവകക്ഷി യോഗത്തിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. എന്നാൽ ട്രംപിന്റെ അവകാശവാദങ്ങളിലും പെഹൽഗാമിലെ സുരക്ഷാ പരാജയത്തിലും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന തേടുമെന്ന് സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസ് വ്യക്തമാക്കി. ചർച്ചകളിലെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകുമെന്നും ഭരണപക്ഷവും പറഞ്ഞു. തുറന്ന മനസ്സോടെയുള്ള ചർച്ചകളാണ് വേണ്ടതെന്നും നിയമങ്ങളെയും പാർലമെന്ററി പാരമ്പര്യങ്ങളെയും വിലമതിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. मगर पार्लियामेंट का सदन अच्छी तरह से चले, ये सबका जिम्मेदारी है. अपोजिशन का भी जिम्मेदारी है और सरकार का भी जिम्मेदारी है. പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തില്ല. ഓഗസ്റ്റ് 21 വരെയാണ് വർഷകാല സമ്മേളനം. 21 സിറ്റിംഗുകളാണ് ഈ സമ്മേളനത്തിൽ ഉണ്ടാവുക. ന്യൂസ് ഡെസ്ക്, അമൃത TV.
ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ മറവ് ചെയ്തെന്ന വെളിപ്പെടുത്തൽ പ്രത്യേക സംഘം അന്വേഷിക്കും. DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് കർണാടക സർക്കാർ. സംഘത്തിൽ വനിതാ IPS ഉദ്യോഗസ്ഥയുമുണ്ട്. 1995 മുതൽ 2014 വരെ 100-ലധികം സ്ത്രീകളുടെ മൃതദേഹം സംസ്കരിച്ചുവെന്നാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത്. പ്രത്യേക സംഘത്തെ വെച്ച് അന്വേഷണം സജീവമാക്കണമെന്ന് പല കോണുകളിൽ നിന്നും ആവശ്യമുയർന്നിരുന്നു. സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജസ്റ്റിസ് ഗോപാലഗൌഡയുടെ നേതൃത്വത്തിൽ അഭിഭാഷക സംഘം മുഖ്യമന്ത്രിയെയും കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ കർണാടക സർക്കാർ നിയോഗിച്ചത്. DGP P. മൊഹന്തിയുടെ നേതൃത്വത്തിൽ വനിതാ IPS ഉദ്യോഗസ്ഥയും ഉൾപ്പെടുന്നതാണ് പ്രത്യേക അന്വേഷണ സംഘം. IG MN അനുചേത്, DCP സൗമ്യലത, SP ജിതേന്ദ്രകുമാർ ദായം എന്നിവരാണ് സംഘാംഗങ്ങൾ. കഴിഞ്ഞ 20 വർഷത്തിനിടെ ധർമ്മസ്ഥല മേഖലയിൽ കാണാതായ സ്ത്രീകളുടെയും വിദ്യാർത്ഥിനികളുടെയും കേസുകൾ, അസ്വാഭാവിക മരണക്കേസുകൾ, കൊലപാതക കേസുകൾ, ബലാത്സംഗ കേസുകൾ എന്നിവയിൽ സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം പ്രത്യേക സംഘം നടത്തും. ദക്ഷിണ കന്നഡ ജില്ലാ പോലീസ് ഓഫീസിൽ നിന്നായിരിക്കും SIT പ്രവർത്തിക്കുകയെന്നും ആവശ്യമായ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും നിയമിക്കുമെന്നും സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. അന്വേഷണ പുരോഗതി ഡയറക്ടർ ജനറലിനും ഇൻസ്പെക്ടർ ജനറലിനും പതിവായി റിപ്പോർട്ട് ചെയ്യാനും അന്വേഷണ റിപ്പോർട്ട് വേഗത്തിൽ സർക്കാരിന് സമർപ്പിക്കാനും SITക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. അഹമ്മദാബാദിൽ തകർന്ന വിമാനത്തിന്റെ വൈദ്യുതി വിതരണത്തിൽ തകരാർ ഉണ്ടായിരുന്നോ എന്നറിയാൻ നിർണായക പരിശോധന. ബ്ലാക്ക് ബോക്സ് പൂർണ്ണമായും കത്തിയമർന്നത് സംശയം ബലപ്പെടുത്തുന്നു. വിമാനത്തിന്റെ ട്രാൻസ്ഡ്യൂസറിലെ അറ്റകുറ്റപ്പണി തീർത്തത് വിമാനം പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുമ്പെന്ന് റിപ്പോർട്ടുകളുമുണ്ട്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ വിമാനത്തിന്റെ പിൻഭാഗത്തെ ഘടകങ്ങളുടെ വിശദമായ വിശകലനം നടത്തുമെന്നാണ് വിവരം. ടെയിലിലെ വൈദ്യുത തീപിടുത്തം പറന്നുയരാൻ തുടങ്ങിയപ്പോൾ വിമാനത്തിന്റെ ഏതെങ്കിലും യന്ത്രഭാഗങ്ങളിലുണ്ടായ തകരാർ മൂലമാണോ അതോ ആഘാതത്തെ തുടർന്നുണ്ടായതാണോ എന്നാണ് പരിശോധിക്കുക. വിമാനം പറന്നുയരുന്നതിന് മുമ്പ് വൈദ്യുത തകരാർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റ് സെൻസറുകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുമെന്നും ഇന്ധന വിതരണം നിർത്താൻ വിമാനത്തിന്റെ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റിന് തെറ്റായ സന്ദേശം നൽകാൻ സാധ്യതയുണ്ടെന്നും അന്വേഷണത്തിന്റെ ഭാഗമായ ഒരു ഉദ്യോഗസ്ഥൻ ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞതായാണ് വിവരം. വിമാനത്തിന്റെ ട്രാൻസ്ഡ്യൂസറിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയതിനും തെളിവുണ്ട്. ട്രാൻസ്ഡ്യൂസറിലെ തകരാർ വിമാനത്തിലെ മുഴുവൻ വൈദ്യുത സംവിധാനത്തെയും ബാധിക്കുന്നതാണ്. ലണ്ടനിലേക്ക് വിമാനം പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് ഈ പ്രശ്നം പരിഹരിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. കാന്തപുരം എന്ത് കുന്തമെടുത്തെറിഞ്ഞാലും താൻ പറയാനുള്ളത് പറയുമെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തനിക്ക് ഒരു രാഷ്ട്രീയ മോഹവുമില്ല. ഓരോ സമുദായവും എവിടെ നിൽക്കുന്നു എന്നറിയാൻ ജാതി സെൻസസിനൊപ്പം സാമ്പത്തിക സെൻസസ് കൂടി വേണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. എന്നെ ജാതിക്രോപരമായി പറയുന്നു. നിങ്ങൾ ആലോചിച്ചു, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എൻ്റെ സമുദായം, ഞാൻ നേതാവാണ്, 30 കൊല്ലം നിങ്ങൾ എന്നെ സഹിച്ചു. ഈ കോലം കത്തിക്കലല്ലേ, എൻ്റെ കോലമില്ല. എന്നെ കത്തിച്ചാലും എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് ഞാൻ മാറില്ല. എൻ്റെ മരണം വരെ ഞാൻ എന്നിട്ട് പുറത്തെടുക്കും. ഞാൻ തീ കുരുത്തവനാണ്, വെയിലത്തൊരിക്കലും മാടത്തില്ല. മുസ്ലിം സമുദായത്തോട് നമുക്ക് ആർക്കും വിരോധമില്ല. പക്ഷേ ആ നയം അവിടെ നമുക്കൊന്നും കിട്ടാത്തത് ചോദിച്ചാൽ മുസ്ലിം വിരോധമായി. ഈ മുസ്ലിം സമുദായത്തിന് ഇന്നത്തെ നേതൃത്വം പ്രത്യേകിച്ചും എന്നെ ആക്രമിക്കുക, അങ്ങനെ ഈഴ സമുദായത്തെ ആക്രമിക്കുക എന്നൊരു ശൈലിയും പ്രതിജ്ഞയും എടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നൊരു കാലമാണ്. ഇവിടെ വർഗീയത വരുത്തുന്ന ഇവിടെ കേസെടുത്തു. ഞാനാണ് അവിടെ വർഗീയത പറയുന്നത്. എനിക്ക് സ്വകാര്യ താല്പര്യമില്ല, വേറൊരു കസേരയിലേക്ക് പോകാൻ താല്പര്യമില്ല. അതേസമയം വെള്ളാപ്പള്ളി നടേശനെ പ്രശംസിച്ച് മന്ത്രി VN വാസവൻ. വിശ്രമജീവിതം നയിക്കേണ്ട കാലത്ത് ചരിത്രം സൃഷ്ടിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി എന്ന് വാസവൻ പറഞ്ഞു. കുത്തഴിഞ്ഞ പുസ്തകമായിരുന്ന SNDP യോഗത്തെ വെള്ളാപ്പള്ളി കുത്തിക്കെട്ടി നല്ല പുസ്തകമാക്കിയെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് എറണാകുളം പള്ളുരുത്തിയിൽ ഒരുക്കിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VN വാസവൻ. കാലഘട്ടത്തിൽ ഊർജ്ജസ്വലനായി ഒരു നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് അദ്ദേഹം ഈ പദവിയെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളതാണ് ആ രംഗത്ത്. കുത്തഴിഞ്ഞൊരു പുസ്തകം പോലെ കിടന്നിരുന്ന SNDP യോഗത്തെ നന്നായി കുത്തിക്കെട്ടി ഒരു പുസ്തകമാക്കി രൂപാന്തരപ്പെടുത്തി അടുക്കും ചിട്ടയുമുള്ളൊരു സംഘടനയാക്കി മാറ്റി SNDP യോഗം ഒരു ശക്തിയായി വളർത്തിക്കൊണ്ടുവരുന്ന രംഗത്ത് നേതൃത്വപരമായ പങ്ക് വഹിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് എന്ന്
വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായി വിമർശിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രി പറഞ്ഞു കൊടുക്കുന്നതാണ് വെള്ളാപ്പള്ളി പറയുന്നത്. വർഗീയ പരാമർശങ്ങളിൽ നിന്ന് അദ്ദേഹം പിന്മാറണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അതാണ് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആര് പറഞ്ഞിട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നറേറ്റീവാണ്. ഈ സാധനം അദ്ദേഹം ഡൽഹിയിൽ PR ഏജൻസികളെ കൊണ്ട് പറയിപ്പിച്ചതും ഹിന്ദുവിൽ ഡൽഹിയിൽ കൊടുത്ത ഇൻ്റർവ്യൂവും കേരളത്തിലെ CPM നേതാക്കൾ മലപ്പുറത്തിനെതിരായിട്ടുള്ള വ്യാപകമായി പ്രചരണം നടത്തി. ഞാൻ നിലമ്പൂർ ഇലക്ഷനിൽ 1 ഡസൻ പ്രസ്താവന പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ്റെ കാണിച്ചതെന്നല്ല, മലപ്പുറത്തെ പറ്റി മുഖ്യമന്ത്രി പറഞ്ഞത് കാണിച്ചല്ലോ, VS അച്യുതാനന്ദൻ പറഞ്ഞത് കേൾപ്പിച്ചല്ലോ. അപ്പം ഇവരെല്ലാവരും ഒരേ നറേറ്റീവാണ്. ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞു പറയിപ്പിക്കുന്നതാണ്. രാമ 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 പാഹി മാം. നമ്മുടെ സംസ്കാരത്തെ മുറുകെ പിടിക്കാനും അതിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളാനും രാമായണത്തിലൂടെ സാധിക്കുമെന്ന് മാതാ അമൃതാനന്ദമയി മഠം കൈമന മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി പറഞ്ഞു. പുതുതലമുറ ഈ സംസ്കാരത്തിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ ജാഗ്രത വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമാജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയ ശ്രീരാമ രാമ രാമ രാവണാന്തകാരാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. നമശിവായ. കർക്കിടക മാസമാണ്. സാധാരണ കർക്കിടക മാസം ഔഷധ സേവയ്ക്ക് വളരെ വിശേഷമാണ്. ഏതെങ്കിലും തരത്തിലുള്ള സുഖചികിത്സയൊക്കെ എല്ലാവരും കൂടുതൽ പേരും കേരളത്തിൽ ചെയ്യുന്നത് ഈ സമയത്താണ്. ഈ ഔഷധ സേവയും സുഖചികിത്സയൊക്കെ പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിനാണ്. അപ്പോൾ എന്നാൽ അതേസമയം നമ്മുടെ മനസ്സിനും ഒരു സുഖചികിത്സ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കർക്കിടക മാസം കേരളത്തിൽ പൊതുവെ രാമായണ മാസമായിട്ട് ആഘോഷിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ മറ്റാരെങ്കിലും രാമായണം വായിക്കാൻ ഏർപ്പാട് ചെയ്യുകയോ അല്ലെങ്കിൽ രാമായണം വായിക്കുന്നിടത്ത് പോയി ഇരിക്കുകയോ ചെയ്യുന്നതല്ലാതെ നമ്മൾ സ്വയം വായിക്കുന്നില്ല. എല്ലാവരും അക്ഷരാഭ്യാസമുള്ളവരാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനമാണ്. വായിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, അത്രയും നമുക്കൊരു ബുദ്ധിമുട്ടാൻ തോന്നാറില്ല. മാത്രമല്ല, ഇന്നിപ്പോൾ നമ്മൾ പലയിടത്തും രാമായണം എന്ന് പറയുന്നത് തന്നെ 10,000 വർഷം മുമ്പാണ് മഹാഭാരതം എഴുതുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിലും പ്രാചീനമാണ് രാമായണം. അതിൻ്റെ കാലഗണന പോലും കൃത്യമായിട്ട് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത്ര പഴക്കമുള്ളൊരു ഗ്രന്ഥം അതിന്നും വായിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണ്? രാമായണമാണെങ്കിൽ തന്നെ ഇപ്പം എല്ലാ പ്രാദേശിക ഭാഷകളിലും അത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം കേരളത്തിലെ ഏറ്റവും പ്രചാരത്തിലുള്ളത് ആധ്യാത്മരാമായണമാണ്. അത് വാൽമീകി രാമായണത്തിൽ ഇല്ലാത്ത പലതും ഇതിനകത്തുണ്ട്. വാൽമീകി രാമായണത്തിൽ പറഞ്ഞ പോലെ നല്ല രാമനെ ചിത്രീകരിച്ചിരിക്കുന്നു. രാമൻ്റെ ഈശ്വരഭാവം അത് കൂടുതലായിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ആ ഈശ്വരഭാവം കൂടി മനസ്സിലാക്കുമ്പോൾ മാത്രമേ രാമനെ കേവലം ഒരു മനുഷ്യനായിട്ട് കാണാതെ നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ഈശ്വരശക്തി അത് രാമനിൽ കൂടി എങ്ങനെ പ്രകാശിക്കുന്നു, ഒരു മനുഷ്യനത് ജീവിതത്തിൽ പ്രകാശിപ്പിക്കാൻ സാധിക്കും, ലോകത്തിലത് ഉപകാരപ്രദമാക്കി തീർക്കാൻ സാധിക്കും എന്ന് രാമായണം നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആധ്യാത്മരാമായണം കുറച്ചുകൂടി പ്രസക്തമായി തീരുന്നത്. വാൽമീകി രാമായണത്തിൻ്റെ പ്രസക്തി കുറവാണെന്നല്ല, പക്ഷേ നമുക്കത് ഒരു സാധാരണ മനുഷ്യനെ പോലെ തോന്നും. ആ മനുഷ്യൻ്റെ പരമായ ദുർബലങ്ങളെല്ലാം നമുക്ക് രാമനിൽ ഒരുപക്ഷെ ആരോപിക്കാൻ സാധിച്ചെന്നിരിക്കാം. പക്ഷേ ഇവിടെ അതേ സംഭവങ്ങളെ തന്നെ ആധ്യാത്മരാമായണത്തിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ എല്ലാം പിന്നിലുള്ള ആധ്യാത്മ തത്വം കൂടി അവിടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ സാഖ്യദർശനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, പ്രകൃതി പുരുഷ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ആ സാഖ്യദർശനം മനസ്സിലാക്കാൻ കുറച്ച് ഗഹനമാണ്. പക്ഷേ ആ ഗഹനമായ തത്വത്തെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ രാമായണത്തിൽ കൂടി പല ഉപദേശങ്ങളിൽ കൂടി ഹനുമാനുള്ള ഉപദേശം, ലക്ഷ്മണനോട് ഉപദേശം, സീതയോടുള്ള ഉപദേശം, അങ്ങനെ എല്ലാ ഭാഗത്തും മാത്രമല്ല അസുരന്മാർ പോലും രാക്ഷസന്മാർ പോലും രാമനെ സ്തുതിക്കുന്നുണ്ട്. കബന്ധ സ്തുതിയൊക്കെ വളരെ പ്രശസ്തമാണ്. അധ്യാത്മരാമായണത്തിൽ മാത്രമേ അതുള്ളൂ, വാൽമീകി രാമായണത്തിൽ അതില്ല. പക്ഷെ അവിടെയൊക്കെ വരുന്നിടത്ത് നമുക്ക് ആ തത്വങ്ങൾ ആണ് അവിടെ വിശദീകരിക്കുന്നത്.
അപ്പോൾ ആ തത്വങ്ങളും കൂടി നമുക്ക് ഇതിൽ കൂടെ ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോൾ അത്ര ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് രാമായണം. അത് നമുക്ക് എക്കാലത്തും ഒരു നിധിയാണ്. അതിനെ നമ്മൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ശബരിമല നീലിമല പരമ്പരാഗത പാതയിൽ തീർത്ഥാടകർക്ക് തെന്നി വീണ് പരിക്ക്. മഴ കനത്തതോടെ 40ഓളം പേരാണ് പല സമയത്തായി തെന്നി വീണത്. ഇതോടെ നീലിമല പാത അടച്ചു. പാതയുടെ അശാസ്ത്രീയ നിർമ്മാണമാണ് പതിവായി അപകടമുണ്ടാകുന്നതിന് കാരണമെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. ശബരിമലയിൽ കർക്കിടകമാസ പൂജകൾ കണ്ടു തൊഴാനായി പമ്പയിൽ നിന്ന് നീലിമല അപ്പാച്ചിമേട് ശബരിപീഠം വഴിയെത്തിയ 40ഓളം തീർത്ഥാടകരാണ് പല സമയത്തായി തെന്നി വീണത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മാത്രം 15ഓളം പേർ തെന്നി വീണു. പലരുടെയും കാലിനും കൈക്കും തലയ്ക്കും പരിക്കേറ്റു. ഇതോടെ പരമ്പരാഗത നീലിമല പാത പൂർണ്ണമായും അടച്ചു. സ്വാമി അയ്യപ്പൻ റോഡിലൂടെയാണ് ഭക്തർക്ക് ഇപ്പോൾ സഞ്ചാരം ക്രമീകരിച്ചിരിക്കുന്നത്. പരമ്പരാഗത പാതയിൽ അശാസ്ത്രീയമായി കരിങ്കൽ പാളികൾ പാകിയുള്ള നിർമ്മാണമാണ് തെന്നി വീണ് അപകടങ്ങൾ പതിവാകുന്നതിന് കാരണമെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12 കോടി രൂപ ചെലവിൽ ദേവസ്വം ബോർഡാണ് കരിങ്കൽ പാളികൾ നിരത്തി പാത നവീകരിച്ചത്. ഈ രീതി വഴുക്കലുണ്ടാക്കുന്നതിനും പായൽ പടർന്നു പിടിക്കുന്നതിനും കാരണമാകുമെന്ന് തുടക്കത്തിൽ തന്നെ വിമർശനമുയർന്നിരുന്നു. കഴിഞ്ഞ മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി നടയടച്ച ശേഷം മിക്കയിടത്തും മിനുസപ്പെട്ട കരിങ്കൽപ്പാളികൾ പരുക്കനാക്കുന്ന പണികൾ നടത്തിയെങ്കിലും വഴുക്കലിന് പരിഹാരമായിട്ടില്ല. പരമ്പരാഗത പാതയടച്ച് സ്വാമി അയ്യപ്പൻ റോഡ് വഴി തീർത്ഥാടകരുടെ മലകയറ്റവും ഇറക്കവും ക്രമീകരിച്ചതോടെ വലിയ തിരക്കാണ് സ്വാമി അയ്യപ്പൻ റോഡിൽ അനുഭവപ്പെടുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. തിരുവനന്തപുരം നെടുമങ്ങാട് വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു. പനയമുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത്. കാറ്ററിംഗ് ജോലി കഴിഞ്ഞു വരവേ രാത്രി 12 മണിയോടെ റോഡിൽ പൊട്ടിവീണ ലൈൻ കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് മരണം. അക്ഷയ്ക്കൊപ്പം ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന 2 പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. നെടുമങ്ങാട് പനയമുട്ടം സ്വദേശിയായ അക്ഷയും 2 സുഹൃത്തുക്കളും ബൈക്കിൽ കാറ്ററിംഗ് ജോലി കഴിഞ്ഞു മടങ്ങവെയാണ് അപകടത്തിൽപ്പെട്ടത്. രാത്രി 12 മണിയോടെ പാമ്പാടി ജുമാ മസ്ജിദിന് മുന്നിൽ മരം ഒടിഞ്ഞു വീണ പോസ്റ്റ് തകർന്ന് ഇലക്ട്രിക് ലൈൻ നിലംപതിക്കുകയായിരുന്നു. റോഡിൽ വീണ മരത്തിലിടിച്ചാണ് ബൈക്ക് അപകടത്തിൽപ്പെട്ടതെന്ന് അക്ഷയ്ക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അമൽ പറഞ്ഞു. പാസ് ചെയ്ത് അടുത്തെത്തിയപ്പോഴാണ് ഒരു പോസ്റ്റും കിടക്കുന്ന റബ്ബർ കിടക്കുന്ന ഒരു മരം ഒടിഞ്ഞു കിടക്കുന്ന കണ്ടത്. നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചിട്ട് നിർത്താൻ പറ്റില്ല, കാരണം അത്ര അടുത്തെത്തിയിട്ടാണ് കണ്ടത്. വേറെ വെളിച്ചമൊന്നുമില്ലായിരുന്നു, ബൈക്കിന്റെ വെട്ടം മാത്രമേ ഉള്ളായിരുന്നു. അടിയിൽ ഇടിച്ച് നമ്മൾ 2 പേര് തെറിച്ച് വീണായിരുന്നു. തെറിച്ച് വീണിട്ട് നമ്മൾ ഇവനെ ചെന്ന് കിച്ചുവിനെ ചെന്ന് പൊക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടും അപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടന് ഷോക്കടിച്ച് എനിക്ക് ഷോക്കടിച്ച് അവനെ എടുക്കാൻ പറ്റിയില്ല. മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണെന്നും പോസ്റ്റിന് കാലപ്പഴക്കമുള്ളതാണെന്നും നാട്ടുകാർ വ്യക്തമാക്കി. നമ്മൾ 6 മാസം അറിയിച്ചൊരു കേസാണ്. തൊട്ടടുത്ത് ഈ ദർശന കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി നമ്മൾ പല പ്രാവശ്യം കക്ഷിയുടെ പറഞ്ഞിട്ട് കക്ഷി അത് മുറിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു പരാതി മുകളിലേക്ക് ഇനിയിപ്പോൾ നടപടിയെടുത്ത് മുമ്പോട്ട് പോകുക തന്നെ ചെയ്യും. സ്ഥലം MLA DK മുരളിയും അപകട സ്ഥലം സന്ദർശിച്ചു. പ്രോപ്പർട്ടിയിലൊരു മരമാണ് ഒടിഞ്ഞു വീണത്. അവിടെ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അവരത് ചെവിക്കൊണ്ടില്ല എന്നൊരു വാർത്തയും കേൾക്കുന്നുണ്ട്. അതെല്ലാം ഈ സന്ദർഭത്തിൽ അന്വേഷിക്കേണ്ടത് തന്നെയാണ്. നമുക്കേതായാലും ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. ആ കുടുംബത്തോടൊപ്പം നിന്ന് അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായ ഒരു കടമ. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം അക്ഷയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് കൊയിലാണ്ടിയിൽ മരം വീണ് പൊട്ടിയ വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു. കുറുവങ്ങാട് സ്വദേശി ഫാത്തിമയാണ് മരിച്ചത്. ഇന്ന് വൈകിട്ടോടെയായിരുന്നു അപകടം. മരം പൊട്ടി വീണ ശബ്ദം കേട്ട് നോക്കുന്നതിനിടെയാണ് ഫാത്തിമയ്ക്ക് അപകടം സംഭവിച്ചത്. KSEB IBയിൽ അനധികൃതമായി താമസിച്ചതിന് MM മണിയുടെ സ്റ്റാഫിന് പിഴ ചുമത്തി. ചിത്തിരപുരം IBയിൽ ഡ്രൈവറും ഗൺമാനും അടക്കമുള്ളവർ അനധികൃതമായി താമസിച്ചത് 2435 ദിവസമാണ്. 3,96,510 രൂപ പിഴയടയ്ക്കാൻ KSEB ഉത്തരവിട്ടു. വിജിലൻസ് പരിശോധനയിലാണ് അനധികൃത താമസം പുറത്തറിഞ്ഞത്. 2017 ഡിസംബർ മുതൽ 2024 സെപ്റ്റംബർ വരെയുള്ള കാലയളവിലാണ് ഡ്രൈവറും ഗൺമാനും അടക്കമുള്ള സംഘം അനധികൃതമായി താമസിച്ചത്. നഴ്സിംഗ് സ്റ്റുഡൻസ് അസോസിയേഷൻ സോണൽ സെൻട്രൽ A കായികമേളയിൽ അമൃത കോളേജ് ഓഫ് നഴ്സിംഗ് ചാമ്പ്യന്മാർ. ഗിരിനഗർ കമ്മ്യൂണിറ്റി ഹാൾ, മഹാരാജാസ് കോളേജ് സ്റ്റേഡിയം എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. മാർച്ച് പാസ്റ്റ്, ചെസ്, ബാഡ്മിന്റൺ തുടങ്ങിയ ഇനങ്ങളിൽ അമൃത കോളേജ് ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അകം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച സോണൽ കലാമേളയിൽ അമൃത കോളേജ് ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥിനി ജെർലിൻ സൂസൻ റോയ് കലാതിലകമായി. മേളയിൽ ഓവറോൾ പോയിന്റ് നിലയിൽ 3ാം സ്ഥാനവും അമൃത കോളേജ് ഓഫ് നഴ്സിംഗ് സ്വന്തമാക്കി.
IAS പരിശീലന രംഗത്ത് ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരമൊരുക്കി അമൃത IAS അക്കാദമി. കേരളത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ഒരാൾക്ക് സൗജന്യ IAS പരിശീലനം നൽകുന്ന എയിം 14 പദ്ധതിയുടെ ഭാഗമായുള്ള അക്കാദമി പ്രവേശന പരീക്ഷ എല്ലാ ജില്ലകളിലെയും അമൃത വിദ്യാലയങ്ങളിൽ നടന്നു. IAS രംഗത്തേക്ക് മികവുറ്റ തലമുറയെ വാർത്തെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പരിശീലന സ്ഥാപനമാണ് അമൃത IAS അക്കാദമി. തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന IAS അക്കാദമി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓരോ IAS IPS ഓഫീസർമാർ എന്ന ലക്ഷ്യത്തോടെയാണ് എയിം 14 അമൃത സ്കോളർഷിപ്പ് എഴുത്തു പരീക്ഷ സംസ്ഥാന വ്യാപകമായി അമൃത സ്കൂളുകളിൽ നടത്തിയത്. 2016 മാതാമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹാശിസ്സുകളോട് തുടങ്ങിയ സ്ഥാപനമാണ് അമൃത IAS അക്കാദമി. കഴിഞ്ഞ 9 വർഷമായി 322 റിസൾട്ട്സ് നമ്മുടെ ക്രെഡിറ്റിലുണ്ട്. ആദ്യമായാണ് ഞങ്ങളൊരു സ്കോളർഷിപ്പ് അഖില കേരള അടിസ്ഥാനത്തിൽ നടത്തിയത്. തിരുവനന്തപുരം ഉൾപ്പെടെ 14 ജില്ലകളിലും അമൃത വിദ്യാലയങ്ങളിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ടെസ്റ്റ് നടന്നത്. നല്ലൊരു പാർട്ടിസിപ്പേഷനായിരുന്നു ഓൾ ഓവർ കേരള കിട്ടിയിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റാണ്. മാതാമൃതാനന്ദമയി ദേവിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രാപ്തരായ എല്ലാ കുട്ടികളിലേക്കും സിവിൽ സർവീസ് പഠനം എത്തിക്കാൻ വേണ്ടി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് നടത്തിയത്. എഴുത്തു പരീക്ഷയിൽ ഓരോ ജില്ലയിലും ഉന്നത വിജയം നേടുന്ന ഒരു വിദ്യാർത്ഥിക്ക് അമൃത IAS അക്കാദമിയിൽ പ്രിലിംസ് കം മെയിൻസ് പരിശീലനം സൗജന്യമായിരിക്കും. എല്ലാ ജില്ലകളിലും ഈവൻ ദോ മഴയായിരുന്നെങ്കിലും വളരെ നല്ല പാർട്ടിസിപ്പേഷനാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഞങ്ങളുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ പാർട്ടായിട്ടുള്ള ഈ ഒരു ടെസ്റ്റിൽ ഇനി അങ്ങോട്ട് കൂടുതൽ ഇവർക്ക് വേണ്ട സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, നമ്മൾ എന്തൊക്കെയാണോ പ്രോമിസ് ചെയ്തത് ആ ഒരു കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് ഇവരെ ഒരു സിവിൽ സർവൻ്റ് ആക്കി ഓരോ ജില്ലയിലും ഒരു സിവിൽ സർവൻ്റ് എന്ന ആ ഒരു മോട്ടോ അതൊന്ന് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളൊരു വലിയ ചാലഞ്ചാണ് ഞങ്ങളുടെ ഭാഗത്തുള്ളത്. ബട്ട് സ്റ്റിൽ ഞങ്ങളത് ഹാപ്പിലി ആക്സെപ്റ്റ് ചെയ്ത് അതിന് വേണ്ട 100% കമ്മിറ്റ്മെന്റ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് മോഹം നഷ്ടമാകരുതെന്ന ലക്ഷ്യത്തോടെയാണ് അമൃത IAS അക്കാദമി സ്കോളർഷിപ്പ് നടത്തുന്നതെന്ന് അക്കാദമിക് മാനേജർ മനീഷ് M. നമ്പ്യാർ പറഞ്ഞു. ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് മൂലം ആരും തന്നെ ഒരു സിവിൽ സർവൻ്റ് ആകാനുള്ള ആഗ്രഹം അത് അവരുടെ മനസ്സിൽ മങ്ങിപ്പോകരുത്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ആഗ്രഹത്തിന് തീ കൊളുത്താനും അതുപോലെ തന്നെ ഭാവിയിൽ ഒരു IAS IPS അല്ലെങ്കിൽ IFS ഓഫീസറെ ക്രിയേറ്റ് ചെയ്യാനും അമൃത IAS അക്കാദമി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന സ്കോളർഷിപ്പ് എക്സാമിനേഷൻ. സ്കോളർഷിപ്പ് പരീക്ഷയിലെ ചോദ്യങ്ങൾ UPSC പരീക്ഷകൾ പോലെ മത്സര പരീക്ഷകൾക്ക് പരിശീലനം നൽകുന്നതാണെന്ന് വിദ്യാർത്ഥികളും പറയുന്നു. ഇറ്റ് വാസ് റിയലി എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ലൈക്ക് സിവിൽ സർവീസിനെയൊക്കെ നോക്കിക്കാണുന്ന കുട്ടികൾക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇത്. എനിക്ക് പേഴ്സണലി റീസണിങ് സെക്ഷൻ കുറച്ച് ഡിഫിക്കൽട്ടായി തോന്നി. ബാക്കി സെഷൻസൊക്കെ ഐ തിങ്ക് ഐ ഹാഡ് ഡൺ വെൽ. സോ ഈ UPSC മുന്നിൽ കാണുന്ന കുട്ടികൾക്ക് വളരെ നല്ലൊരു അവസരമാണ്. എങ്ങനെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാം അതിൻ്റെ ഒരു സാമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും നല്ല കാര്യമാണ്. കാരണം കുറേ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീന് വേണ്ടി കാത്തിക്കണവരുണ്ടാവും. അപ്പോൾ ഇത് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ളവർ കുറച്ച് മീൻസ് എന്താ പറയുക എക്കണോമിക്കലി കുറച്ചും കൂടി തായി നിൽക്കണവർ എന്നാലും നല്ല ആഗ്രഹമുള്ളവരും ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും ഈ സ്കോളർഷിപ്പ് എക്സാം കുറച്ചും കൂടി നല്ല കാര്യം തന്നെയാണ്. ഫോണിനകത്ത് കണ്ടപ്പം ഇത് എഴുതണമെന്ന് തോന്നി, അതുകൊണ്ട് ട്രൈ ചെയ്യാമെന്ന് വെച്ച് വന്ന്. ഇതിനു മുമ്പ് ഞാൻ NDAയുടെ എക്സാമൊക്കെ എഴുതുന്നുണ്ട്, അങ്ങനെ അതിൻ്റെ കോച്ചിങ്ങിനെല്ലാം പോകുന്നുണ്ട്. അതുപോലെ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പിന്നെ എൻ്റെ ഇക്കാമാർ തന്നെ പഠിക്കുന്ന അമൃതയുടെ തന്നെ IT കോളേജിലാണ് പഠിക്കുന്നത്. പിന്നെ അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ്. അപ്പം അവർ പഠിച്ചിറങ്ങാൻ പോകുന്നത്. രാഷ്ട്രപ്രതിബദ്ധതയോടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനാണ് അമൃത എയിം 14 പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.